അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപായുടെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ യേശു. ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകള്, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങള്, സംസാരിക്കുന്ന വ്യക്തികള്, ഒപ്പിടുന്ന പേപ്പറുകള്, എഴുതുന്ന രേഖകള്, എൻ്റെ മക്കള് ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവ്, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അർപ്പിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്രവാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭിക്ഷപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാൺകെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. എൻ്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിൽ നിത്യം പിതാവും പുത്രനും
പരിശുദ്ധാത്മാവ് സർവീശ്വര എന്നേക്കും ആമേൻ. ആമേൻ. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ ആധ്യാത്മിക വളർച്ചയില്ലേ, നമ്മുടെ പിതാക്കന്മാര് അവശേഷിപ്പിച്ചു പോയ ഓരോ സ്കൂളുണ്ടല്ലോ. എബ്രഹാത്തിൻ്റെ ഒരു ആധ്യാത്മിക ജീവിതമുണ്ട്, മോസസിൻ്റെ ആധ്യാത്മിക ജീവിതമുണ്ട്, പിന്നെ ജോഷുവ, പിന്നെ ദാവീദിൻ്റെ ആധ്യാത്മിക ജീവിതമുണ്ട്, പിന്നെ പ്രവാചകന്മാരുടെയൊക്കെ ആധ്യാത്മിക ജീവിതമുണ്ട്. പുതിയ നിയമത്തിൽ വരുമ്പോൾ അവരെക്കാൾ കിടപിടിക്കുന്ന ആധ്യാത്മിക ജീവിതമുള്ള ആളാണ് ഈ പത്രോസ് എന്ന് പറഞ്ഞ ആൾ. ക്രിസ്തുവിൻ്റെ ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ച് നമ്മൾ അധികം ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ക്രിസ്തു ബേസിക്കായിട്ട് ദൈവവും മനുഷ്യനുമാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും, ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഉടനെ നിങ്ങൾ പറയും ഈശോ ദൈവമല്ലേ, നമുക്കത് പറ്റുവാന്ന് ചോദിക്കും. അതാണ്, അങ്ങനെ ചോദിച്ചാണെങ്കിൽ മനുഷ്യൻ മുഴുവൻ ഉടങ്ങിയിരിക്കണം ഇത്രയും നാളായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാതാവിനെ ഉയർത്തിക്കൊണ്ടുവരും. കാര്യം ക്രിസ്തു സൂര്യനാണെങ്കിൽ മാതാവ് ചന്ദ്രനാണ്. ആ പ്രകാശം അടിച്ചാണ് നമുക്ക് പ്രകാശം ലഭിക്കുന്നത്. അതുപോലെ തന്നെയുള്ള വലിയ വലിയ നക്ഷത്രങ്ങളാണ് ഈ പത്രോസ് എന്നൊക്കെ പറയുന്ന ആൾ. പത്രോസിൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് നമുക്കൊരു വെല്ലുവിളിയാണ് ശരിക്കും. ഇന്നലെയൊക്കെ നമ്മൾ കണ്ടെന്താ, ആ മുടന്തൻ കൈ നീട്ടുന്നു. എപ്പോഴാണ്? കാലണ കയ്യിലില്ല. പക്ഷെ കാലണ കയ്യിലില്ല. അപ്പോൾ നമ്മുടെ അടുത്താണ് കാലണ ഇല്ലെങ്കിൽ നമ്മൾ തന്നെ പറയും, എൻ്റെ കൊച്ചെ വിഷം മേടിക്കാൻ കായ് പോലും എൻ്റെ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാൾ അളിഞ്ഞ മോന്തയും വെച്ച് പോകും. അത് വിശ്വാസ ജീവിതമല്ലല്ലോ. ചേട്ടാ ഇപ്പം ഇല്ല, പക്ഷേ എനിക്ക് കിട്ടും, കർത്താവിലേക്ക് തരും, അപ്പം ഞാൻ തരാം, നല്ല വാക്ക് പറഞ്ഞു പോകണ്ടേ. ആത്മീയ ജീവിതം അതിൻ്റെ പ്രതിഫലിപ്പിക്കുന്നതിൽ നിന്നാണ് ആത്മീയ ജീവിതം നമുക്ക് എടുക്കുന്നത്. അല്ലാതെ കൊച്ചെ എനിക്ക് തന്നെ വിഷം മേടിക്കാൻ കാജിലായിരിക്കുകയാണ്, പിന്നെയാണ് നിനക്കെന്നും പറഞ്ഞിട്ട് നമ്മൾ സാധാരണ മനുഷ്യർ ഇങ്ങനെ, അത് ഒരു ദൈവത്തെ തള്ളിപ്പറച്ചിൽ തന്നെയാണത്, അങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കണത്. പത്തോസ് പക്ഷേ അങ്ങനെ നെഗറ്റീവായിട്ടല്ല ജീവിതത്തെ കാണുന്നത്. അങ്ങനെ പറയും, പൊന്നും വെള്ളിയൊന്നും എൻ്റെ ഇല്ല, അതുകൊണ്ട് കാര്യമൊന്നുമില്ല, പക്ഷേ എനിക്കുള്ള ഞാൻ നിനക്ക് തരും, നസ്രായന യേശുവിൻ്റെ നാമം എന്ന് പറയും. പക്ഷേ എന്നെ അതൊന്നും അല്ല ബാധിച്ചത്. എന്നെ ബാധിച്ചത് ഈ മനുഷ്യന് കാപ്പി കുടിക്കാൻ കാശില്ലാത്തൊരു കാലമാണ്. കാലം എന്താ? കാശിങ്ങയുടെ കയ്യിൽ ഇല്ലായിരുന്നേ. പണ്ട് ഞാൻ ഇസ്രയേലിൽ ചെന്നപ്പോഴേ അവിടുത്തെ ടൂറിസ്റ്റുകൾ ഗൈഡുമാർ നമ്മളെ പത്തോസിനെ വീട്ടിൽ കൊണ്ടുപോകും. എന്നിട്ട് പിന്നെ പടിഞ്ഞോട്ട് പോയി ഗലീല കടത്തീരത്തുള്ള അദ്ദേഹത്തിന് 2 വള്ളങ്ങളെ കാണിച്ചു തരും. നമുക്കും അറിയാം, അവർക്കും അറിയാം, അത് ആ വള്ളങ്ങൾ അവരുടെ പത്തോസിൻ്റെ വള്ളങ്ങളല്ല. പക്ഷെ പത്തോസിന് 2 വള്ളങ്ങൾ ഉണ്ടായിരുന്നുള്ള പാരമ്പര്യത്തിൽ നിന്ന് 2 പഴയ വള്ളങ്ങൾ അതിനു വേണ്ടി വെച്ചിരിക്കുന്നവർ നമ്മളെ കാണിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് മനസ്സിലാകും പത്തോസ് നല്ല തൊഴിലുടമയായിരുന്നു, കടലിലെ ജോലിക്ക് നല്ലൊരു സംരംഭകനായിരുന്നു, കുറേ കാശൊക്കെ ഉണ്ടായിരുന്ന ആളാണ്, കുറേ തൊഴിലാളികളെയൊക്കെ പോറ്റിക്കൊണ്ട് നടന്ന ആളാണ്. അത് ആ കർത്താവ് വിളിച്ചപ്പോൾ പിന്നെ വള്ളവും ഉപേക്ഷിച്ചല്ല. ഇവിടെ വന്നിട്ടാണെങ്കിൽ പൈസ ഉണ്ട്, പക്ഷേ പത്തോസിൻ്റെ കയ്യിലല്ല കൂട്ടാൻ കൊടുത്തിരിക്കണത്, ജൂദാസിൻ്റെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. അധികാരം പത്തോസിനും. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, താക്കോല് പത്തോസിനും പെട്ടി ജൂദാസിനും. അങ്ങനെയല്ലേ, പെട്ടി താക്കോലെല്ലാം അവൻ്റെ കയ്യിൽ തന്നെ ഇരുന്നു. എന്നാൽ ഒതുങ്ങി ജീവിച്ച്, അധികാരം ഉണ്ടെങ്കിലും എല്ലാവരും ആശ്രയിക്കുന്നത് ഇങ്ങനെയാണെങ്കിലും തൻ്റെ ആ ഒരു ദാരിദ്ര്യത്തിൻ്റെ അരൂപിയിൽ വളരെ വീറോടും വാശിയോടും കൂടി ജീവിച്ചു. അപ്പം ഇപ്പോഴെന്ന് വെച്ചാൽ ഇപ്പം കർത്താവും ഇല്ല, കാലണയും ഇല്ല. ഇപ്പം പശുവും ചത്ത് മോരിലെ പുളിയും കെട്ടെന്ന് പറയത്തില്ല, ആ ഒരു അവസ്ഥയാണ് പത്രോസ്. എന്നിട്ടും വിശ്വാസത്തെ വിട്ടുകൊടുക്കത്തില്ല. എന്താ പറയും, ഈ മുടന്തം കൈതിരി പറയും, ഞാൻ തന്നെ ഇന്ന് ചായ ഒന്നും കുടിച്ചിട്ടില്ല, പൊന്നും വെള്ളിയും ഒന്നും എൻ്റെ കയ്യിലില്ല, പക്ഷേ എനിക്കുള്ളത് ഉണ്ട്, ഒരാളുണ്ട്. എന്താണ് അത്? ഞാൻ നിനക്ക് തരാം, നീ എഴുന്നേറ്റ് നടക്കണം അവൻ്റെ നാമത്തിൽ. അപ്പം എന്ത് പവറാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾക്കാണെങ്കിൽ ഈ ചില പ്രാർത്ഥനയ്ക്ക് വിളിക്കണമെങ്കിൽ പറയും, ഇപ്പം നിങ്ങളിപ്പോൾ ഇവിടുത്തെ കാശ് മേടിക്കാൻ പോയതാണ്, തേങ്ങയുടെ കാശ, നെല്ലിൻ്റെ കാശ, റബ്ബറിൻ്റെ കാശൊക്കെ വാങ്ങിക്കാൻ പോയതാണ്. അപ്പോൾ അവർ പറയും പൈസ കിട്ടിയില്ല. ഇപ്പം മീനിൻ്റെ കാശ് തലവന്മാർ മേടിക്കാൻ പോകത്തില്ല, മീൻ വിറ്റൻ്റെ കാശ് വാങ്ങിക്കാൻ പോകണമാണ്. പക്ഷേ സന്ധ്യയ്ക്ക് കയറി വരുമ്പോൾ കാശ് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് വിളിക്കും, പ്രാർത്ഥനയ്ക്ക് എനിക്ക് കാശ് കിട്ടില്ല, പ്രാർത്ഥനയ്ക്ക് സമയമായില്ല.
എന്നാൽ പ്രാർത്ഥിക്കാമെന്ന് വൈഫ് പറയും നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നും പറഞ്ഞ് ഇയാൾ അവിടെ പോയി കിടക്കും. ഇത് തന്നെയായിരുന്നു നിങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്ക് വിസ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഉടനെ അയ്യോ ഏതായാലും കിട്ടിയില്ല, ഞാൻ വിസ കിട്ടിയെങ്കിൽ ഞാനിന്ന് അവിടെ ഇരുന്നേരാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ ഡൗണായി വേണേൽ പള്ളിയിൽ പോകത്തില്ല. ഇതുപോലെ തന്നെ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിച്ചാൽ ദൈവത്തിന് പണി കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. എൻ്റെ മക്കളെ ഇത് വലിയൊരു ഗതികേടാണ്. എന്താ കാര്യത്തിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു തകർച്ചയിൽ ദൈവത്തെ മറന്ന് പ്രാർത്ഥന മറന്ന് 10 ദിവസത്തിൻ്റെ കൂടെ വിനോദമാണ്. കർത്താവും മരിച്ചു, കയ്യിലെ കാശും പോയി, എല്ലാവരുമൊക്കെ ഓരോ വഴിക്ക് പോയിട്ടും 10 ദിവസം ആ ജെറുസലേം വിട്ടുപോകാതെ, ആ പ്രാർത്ഥനാ സമയം വിട്ടുപോകാതെ, പ്രാർത്ഥനയുടെ സമയത്ത് 9 മണിക്കൂറിൽ ആ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ പോയി. അതാണ് 10 ദിവസം. പിന്നെ എങ്ങനെയാണ് ഈശോ അവൻ്റെ അടുക്കൽ മാറണത്? മാറത്തില്ലൊരിക്കലും. ദൈവം നിങ്ങളുടെ അടുക്കൽ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ടാണത്. കയ്യിരിപ്പൊന്നുമല്ല, പച്ചക്ക് പറയാം, നിർവികേട് കൊണ്ടാണ് നിങ്ങളുടെ. ഒരു സംശയമില്ല കാര്യം. അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞില്ലേ, റബ്ബറിൻ്റെ കാശ് കിട്ടിയില്ല, നാളെ തരാമെന്ന്, അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഇപ്പം പ്രാർത്ഥന കൂടുന്നില്ലല്ലോ, പോയി കിടക്കുകയല്ലേ. അതുപോലെ തന്നെ സംഭവം. അതുപോലെ തന്നെ മത്സ്യത്തിൻ്റെ കാര്യമായാലും കയറിൻ്റെ കാര്യമായാലും ഇതൊക്കെ തന്നെ നമ്മൊരു കാര്യം പ്രതീക്ഷിച്ച് ചെല്ലും. 10,000 ആശയങ്ങളും കണ്ട് സങ്കല്പവും ചീട്ട് കൊട്ടാരവും സ്വപ്ന കൊട്ടാരവും കണ്ടു ചെല്ലും. എല്ലാം കൂടി ഇടിഞ്ഞു പൊടിഞ്ഞ് താഴെ വീഴും. നമ്മളിങ്ങനെ ഗതികേടുകൊണ്ട് തിരിച്ചു വരും. പക്ഷെ ആ സമയത്ത് 10 ദിവസത്തെ പോലെ ഒന്നുമില്ലെങ്കിലും കർത്താവിൻ്റെ കൂടെ ഉണ്ട്. കാശില്ലെന്നേ ഉള്ളൂ, അതേ കർത്താവുണ്ടെന്ന് പറയും. അത് പറഞ്ഞില്ലേ കുഴപ്പമില്ല. ഈ ബൈബിളൊരു വാക്കില്ലേ, എന്താണ് ബ്ലോട്ട് ഔട്ട് ചെയ്യുമെന്ന് വെച്ചാൽ ഒപ്പിക്കളയാമെന്ന്. പണ്ട് ഈ മഷിയിൽ എഴുതുമ്പോഴേ ഒപ്പി മാറ്റുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ മഷി കുത്തി എഴുതുമ്പോൾ ഒപ്പി മാറ്റുമല്ല. ഞാനൊക്കെ ക്ലാസ്സിൽ കൊണ്ടുപോയിട്ടുണ്ട് ഉപ്പ് കടലാസ്. അപ്പോൾ തന്നെ ഈ കുറേ ബ്ലേഡ് എഴുതിയ സാധനം തിരുത്താൻ വേണ്ടി പരീക്ഷയ്ക്ക് പോകുമ്പോഴും ബ്ലേഡും കൊണ്ടുപോകും, അക്ഷരം വരച്ച് കളയാൻ. അന്നിങ്ങനെ മുക്കി എഴുതുകയും കുത്തി എഴുതുകയും ഡോട്ട് പെന്നോട് എഴുതുന്ന പരിപാടിയായിരുന്നു. ഞങ്ങളൊക്കെ 3-ാം ക്ലാസ്സിലൊക്കെ മുക്കി എഴുതുകയായിരുന്നു. മുക്കി എഴുതിയിട്ട് ഇങ്ങനെ ബെഞ്ചെ കുറഞ്ഞിടും, കൂടുതൽ മഷിക്കാക്കി ഇങ്ങനെ. അപ്പോൾ കഴിഞ്ഞ ആ കാലങ്ങളിലുള്ള എല്ലാ ബെഞ്ചും നോക്കിയാൽ ഒരു 10-50 കൊല്ലം മുമ്പുള്ള ബെഞ്ചെല്ലാം മഷിയുടെ കുടച്ച് കാണാം. എല്ലാ സ്കൂളിലെയും പിള്ളേർ കുടയണാണ്. ആ ഒരു കാലം മാറി. അപ്പോൾ പക്ഷേ ബൈബിൾ എന്താ പറഞ്ഞ വെച്ചാൽ ബ്ലോട്ട് ഔട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? ഐസയാ 43:25 എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം. അപ്പൊ തുടച്ചു മാറ്റുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? നിന്റെ തെറ്റുകൾ ദൈവം തുടച്ചു മാറ്റും. പക്ഷെ എഴുതിയിട്ടിട്ടാണല്ലോ തുടക്കണത്. അതാണ് വിഷയം. എഴുതിയിട്ടിട്ടാണല്ലോ പിന്നെ തുടക്കാൻ പറ്റുന്നത്. അത് ദൈവം തന്നെ തുടക്കണം. അപ്പോൾ വല്ലതും ദൈവം എഴുതിയിട്ടിട്ടുണ്ടെന്ന് നോക്കണം കേട്ടാ. തക്ക സമയത്തെ ദൈവത്തിന് ഇങ്ങനെ ഭൗതികമായ സാഹചര്യങ്ങളൊക്കെ കിട്ടാതെയും പരീക്ഷയ്ക്ക് തോറ്റും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പനിയും തലവേദനയൊക്കെ വന്നപ്പോഴേ പ്രാർത്ഥന ഇല്ലാതെ ദേവാലയത്തിൽ പോകാതെ ദൈവത്തെ മറന്ന് ജീവിച്ചിടാൻ നോക്കണം. അതെല്ലാം കാര്യം ദൈവം എഴുതിയാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ തുടക്കാൻ പറ്റത്തില്ല, ദൈവത്തിനെ തുടക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ദൈവത്തിനെ കൊണ്ട് തുടപ്പിക്കേണ്ടതിന് അതിന് ദൈവമായിട്ട് അത്ര അടുപ്പം വേണം, അടുപ്പം തിരിച്ചു വരണം, അല്ല വേറെ മാർഗ്ഗമില്ല. ഏശയ്യാ 43:25 എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ. അപ്പൊ ദൈവമാണ് കുറച്ച് മാറ്റേണ്ടത്. അപ്പൊ വല്ലതും എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാന്ന് നോക്കണം. മനസ്സിലായില്ലേ? നമ്മൾ പത്രോസിന്റെ പോലെ പരാജയമാണെങ്കിലും കർത്താവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ മുന്നേറാൻ കഴിയണം. എൻ്റെ പേര് ദേവി, ഞാൻ കാലടിയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു അധ്യാപികയാണ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് 2016 അന്നേരം എനിക്ക് ഉടമ്പടി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഞാനിവിടെ വന്ന് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി. പിന്നീട് ഉടമ്പടി എടുക്കാനായിട്ടുള്ളൊരു കാരണം, ഞാൻ 2003 മുതൽ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് ഓരോ കോളേജസിൽ. ഇപ്പോൾ 23 വർഷമായിട്ട് ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ PhD ഫിസിയോളജിയാണ്, ന്യൂറോ ഫിസിയോളജി PhD ചെയ്തതാണ്. MSc MPhilഉം B.Edഉം യൂണിവേഴ്സിറ്റി റാങ്കും എല്ലാം ഉണ്ടായിരുന്നു. 2 ബുക്സും എഴുതിയിട്ടുണ്ട്, അക്കാഡമിക് ബുക്സ്. എന്നിട്ടും ഗസ്റ്റായിട്ടാണ്
വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 2003 മുതൽ 2008 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഓരോ വർഷവും ഓരോ കോളേജസിലായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഒരു 5 ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാറി മാറി ഒരു ദിവസം 2 സ്ഥലത്ത് അല്ലെങ്കിൽ 3 സ്ഥലത്ത് അങ്ങനെ പഠിപ്പിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം എല്ലാവരുടെയും പോലെ തന്നെ പഠിച്ചു കഴിയുമ്പം ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് എൻ്റെയും ഒരു വലിയ ആയിരുന്നു. അപ്പോൾ 2003 ആദ്യമായിട്ട് വർക്ക് ചെയ്യുമ്പം ഞാൻ ഓർത്തോ നെക്സ്റ്റ് ഇയർ പെർമനൻ്റ് ആവുമായിരിക്കും. 2004 വീണ്ടും വിചാരിച്ചു അടുത്ത വർഷം പെർമനൻ്റ് ആവുമായിരിക്കും. അങ്ങനെ പോയി 2023 വരെയായി. അപ്പോൾ ഞാൻ 2017 ഒരു കോളേജിൽ, നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കോളേജിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ഇൻഡെക്സ് മാർക്കിംഗ് ഫസ്റ്റ് എനിക്ക് വരികയും ചെയ്തു. അപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു ഞാൻ റാങ്ക് ലിസ്റ്റിലുണ്ടാവുമായിരിക്കുമെന്ന്. പക്ഷേ റാങ്ക് ലിസ്റ്റ് ഇട്ടപ്പം ഞാനില്ലായിരുന്നു. ആ കോളേജിൽ തന്നെ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്ത, എന്നാൽ എൻ്റെ അത്രയും ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരു ടീച്ചറാണ് അവിടെ ജോയിൻ ചെയ്തത്. അന്നേരം എനിക്ക് ചെറിയ വിഷമമൊക്കെ വന്നു. എങ്കിലും ഞാൻ ഇപ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, 2 നഴ്സിംഗ് കോളേജ്, പിന്നെ വേറെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പിന്നെ LF ഹോസ്പിറ്റൽ അങ്കമാലി, ഒരു ഹയർ സെക്കൻഡറി സ്കൂള്, 2 എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് യാത്ര ചെയ്ത് നല്ല മടുത്ത് ബുദ്ധിമുട്ടിയായിരിക്കും നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോവുക. അപ്പം ഇടയ്ക്ക് ബ്ലോക്കൊക്കെ വരുമ്പം മറ്റേ സ്ഥലത്ത് എത്താൻ ലേറ്റ് ആയാൽ നമ്മുടെ ഉള്ളിലൊരു ടെൻഷനായിരിക്കും. ടൈം ടേബിൾ എനിക്ക് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നും ഈ ഒരു വിഷമം ഇങ്ങനെ ഉണ്ട്. അങ്ങനെ 2019 ഞാൻ ഇതേപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ആലുവയിലുള്ള വേറൊരു കോളേജിൽ ഗസ്റ്റായിട്ട് ജോയിൻ ചെയ്തു. അന്നേരം എനിക്ക് ആ കോളേജിൽ പെർമനൻ്റായിട്ട് കിട്ടണം എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹം മനസ്സിലുണ്ടായി. ആ കോളേജും പരിസരവും എല്ലാം മനസ്സിൽ ഭയങ്കരമായിട്ട് എന്നെ അട്രാക്റ്റ് ചെയ്തു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു എനിക്ക് ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2020 ആ ഒരു ടൈമിൽ കോവിഡ് ടൈം ആയത്. അപ്പോൾ ആ സമയത്ത് എല്ലാം ഓൺലൈൻ ക്ലാസ്സസ് ആക്കി. അങ്ങനെ ഇരിക്കുമ്പം MG യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. അവിടെ എനിക്ക് ഇതേപോലെ തന്നെ ഓൺ കോൺട്രാക്റ്റ്, പെർമനൻ്റ് അല്ല, ഓൺ കോൺട്രാക്റ്റിൽ എനിക്ക് സെലക്ഷനായി. 2 years ഞാൻ അവിടെ വർക്ക് ചെയ്തു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഗ്യാപ്പിൽ കുറച്ച് നാൾ പോയി ഗസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന ആലുവേല കോളേജിൽ പെർമനൻറ്റ് പോസ്റ്റിന് വിളിച്ചു. അപ്പം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നു. ഫസ്റ്റായിട്ടായിരുന്നു വരേണ്ടത്, പക്ഷേ കുറേ ഉൾക്കളികൾ കാരണം അത് റാങ്ക് ലിസ്റ്റിൽ സെക്കൻഡായി. എങ്കിലും എനിക്ക് വിഷമമില്ല, കാരണം എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമല്ലോ എന്നോർത്ത് ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി പേടിക്കണ്ടല്ലോ. അപ്പം ഒരു സ്ഥലത്ത് ആയി, റാങ്ക് ലിസ്റ്റിൽ സെക്കൻഡ് വന്നു. എനിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ അയക്കും എന്നവർ പറഞ്ഞു. നെക്സ്റ്റ് എനിക്ക് ജോയിൻ ചെയ്യാമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ വേറെ ആ സമയത്ത് വേറെ 2 കോളേജസിൽ നിന്ന് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തില്ല. കാരണം എനിക്ക് ഓൾറെഡി ഈ ഒരു സ്ഥലത്തായിട്ടുണ്ട്. ഒരു 1 ഇയറോടെ കഴിഞ്ഞാൽ എൻ്റെ ഏജ് ഓവറാവും. അപ്പം എനിക്ക് എപ്പോഴും സങ്കടമായിരുന്നു. ഞാൻ PhD ഡോക്ടർ ദേവി NP എന്ന് എവിടെയൊക്കെ എഴുതുമ്പോഴോ ബ്രാക്കറ്റിൽ ഗസ്റ്റ് ലെക്ചറർ അല്ലെങ്കിൽ ഓൺ കോൺട്രാക്റ്റ്. അപ്പം ഒരു PhD ചെയ്യുന്ന ആർക്കും ഉണ്ടാകുന്ന പോലെയുള്ള ഒരു ആഗ്രഹം എനിക്കും ഉണ്ടായി. എനിക്ക് പെർമനൻ്റായിട്ട് എവിടെയെങ്കിലും അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് കിട്ടണം എന്ന്. അങ്ങനെ ഞാൻ ഈ കോളേജിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ്. കുറേ നാളായിട്ടും അപ്പോയിൻമെൻറ്റ് ഓർഡർ വരുന്നില്ല. അപ്പം ഞാനും എൻ്റെ മദറും കൂടി ചെന്ന് അന്വേഷിച്ചപ്പം അറിഞ്ഞത് അവിടെ ഒരുപാട് എനിക്ക് പബ്ലിക്കായിട്ട് ഒത്തിരി പറയാൻ പറ്റത്തില്ല, എങ്കിലും ഞാൻ അറിഞ്ഞത് അന്നേരം ഉണ്ടായിരുന്ന പ്രിൻസിപ്പലിൻ്റെ ഒരു ബന്ധു, ആ കുട്ടിക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് 1 ഇയർ പോലും ഇല്ല, PhDയും ഇല്ല. അപ്പോൾ ആ കുട്ടിയെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുത്തു. ആ കുട്ടി നെക്സ്റ്റ് ഡേയിൽ ജോയിൻ ചെയ്യും. എൻ്റെ അമ്മയുണ്ട് കൂടെ. എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അന്ന്. അപ്പം ഞങ്ങൾ അതെല്ലാം ഇങ്ങനെ ആഘോഷിച്ച് സന്തോഷിച്ചാണ് വൈകിട്ടായപ്പം കോളേജിൽ പോയി അന്വേഷിക്കുന്നത്. അന്നേരം സത്യം പറഞ്ഞാൽ എന്താ ചെയ്യുക, എൻ്റെ കാലിൻ്റെ അടിയിലുള്ള മണ്ണ് ഒലിച്ചു പോകുന്ന പോലെ എനിക്ക് തോന്നി. കാരണം ഇനി എനിക്കൊരു ചാൻസ് ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് വന്ന 2 കോളേജസിൽ ഞാൻ അപ്ലൈ ചെയ്തില്ല. അപ്പോഴൊക്കെ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ പോലും ഞാൻ ഞാനും രാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു.
പിന്നെ അതൊരു ഭയങ്കര ഒരു ഭയമായി. പിന്നെ ഏത് കോളേജിൽ കണ്ടാലും എനിക്ക് അപ്ലൈ ചെയ്യാൻ പോലുമുള്ള ധൈര്യം വരുന്നില്ല. കാരണം ഇങ്ങനെയുള്ള ഓരോരോ തന്ത്രപൂർവമായ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടുന്നില്ല, മാറിപ്പോകുന്നു, അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് ആകെ സങ്കടമായി. ഞാൻ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു, മാതാവേ, എന്നെ PhD ചെയ്യാൻ സഹായിച്ചത് മാതാവാണെങ്കിൽ, 2 ടെക്സ്റ്റ് ബുക്ക് എഴുതാനായിട്ട് എന്നെ സഹായിച്ചത് മാതാവാണെങ്കിൽ, എപ്പോഴെങ്കിലും എനിക്ക് ജീവിതത്തിൽ ഒന്ന് അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന് ഉറപ്പിച്ച് എഴുതാനായിട്ട് എനിക്ക് എപ്പോഴെങ്കിലും ഒരു അനുഗ്രഹം തരണമേ എന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ മകൻ 10th എക്സാമിൻ്റെ ടൈമിലാണ് ഞാൻ ബുക്കൊക്കെ എഴുതിയത്. അപ്പോൾ അവൻ്റെ ഒരുപാട് സഹായത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാംസ് എല്ലാം അവനാണ് വരച്ച് തന്നത്. അങ്ങനെ ഞാനും അവനും കൂടി ചെയ്തൊരു പുസ്തകമാണ്. അങ്ങനെ അവന് 10th നല്ല 95% മാർക്ക് അവന് കിട്ടി. 11th 12th ആയപ്പോഴത്തേക്കും അവനെ നമുക്ക് ഹോസ്റ്റലിലാക്കേണ്ടി വന്നു. കാരണം എൻട്രൻസ് എഴുതാനായിട്ടുള്ള കോച്ചിങ് കൂടി കൊടുക്കാൻ വേണ്ടി. അപ്പം മോനെ ഹോസ്റ്റലിലാക്കി. അപ്പം ഞങ്ങൾക്ക് കുറച്ച് സങ്കടമൊക്കെ ആയി അവനടുത്തില്ലാത്തത് കൊണ്ട്. പക്ഷെ അവൻ്റെ സ്കൂളിൻ്റെ മുൻപിൽ കൂടെയാണ് ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ രാവിലെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞങ്ങളുടെ സ്ഥലത്തുനിന്ന് ഒരു 2.5-3 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ യാത്ര ചെയ്ത് പോകുമ്പോഴും എനിക്ക് സങ്കടമാണ്, ക്ഷീണമാണ്. ബസ്സിൽ ഇരിക്കാനൊന്നും സീറ്റ് ഉണ്ടാവില്ല. ചിലപ്പം ഫുട്ബോളിലൊക്കെ നിന്നാൽ കുറേ ദൂരം യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇവൻ്റെ സ്കൂളിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോഴൊക്കെ എനിക്ക് ഇവനെ കാണാത്ത സങ്കടം, എനിക്ക് പെർമനൻ്റായിട്ട് ജോലി കിട്ടാത്ത സങ്കടം, ഇതെല്ലാം ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പം ഇവൻ ഒരു 3-4 മാസം കഴിഞ്ഞപ്പം 12th ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ പറഞ്ഞു, അമ്മ ഇനി ഹോസ്റ്റലിൽ നിന്ന് മാറി നമുക്ക് എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് എടുത്ത് നിന്ന് പഠിക്കാം, എന്നാലേ പഠിത്തം ശരിയാവുള്ളൂ, അല്ലെങ്കിൽ എൻട്രൻസ് എങ്ങനെ വരും എന്നറിയില്ല. അപ്പം അമ്മ നമുക്ക് ഒന്നിച്ച് നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ പാരൻസും കൂടി ഇവൻ്റെ സ്കൂളിൻ്റെ അടുത്ത് ഒരു ഫ്ലാറ്റ് നോക്കി. അങ്ങനെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ അപ്പം ഞങ്ങൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ, നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് തരണം, ഞാനും മോനും കൂടി ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, അപ്പോൾ എനിക്കെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുമോ അറിയില്ല, ഞങ്ങൾക്ക് സെക്യൂറായിട്ടുള്ളൊരു സ്ഥലം വേണം. അങ്ങനെ ഞങ്ങൾക്ക് എങ്ങനെയോ 2-3 ദിവസത്തിനുള്ളിൽ പുതിയൊരു ഫ്ലാറ്റ് കിട്ടുകയും നമ്മളവിടെ താമസിക്കുകയും മോനും ഞാനും കൂടി തന്നെ താമസിച്ചു തുടങ്ങി. അപ്പം രാവിലെ എഴുന്നേറ്റ്, അതുവരെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ സ്ഥലത്തും വളരെ കൃത്യം കറക്റ്റ് ടൈമിൽ, ഞാൻ ഒരു 1/2 hour ബിഫോർ എപ്പോഴും എത്താറുണ്ട്. ഈ സ്ഥലത്തോട്ട് മാറിയതിന് ശേഷം പിന്നെ കുറച്ച് ദൂരമായി യാത്ര. അപ്പം ഞാൻ എത്തുന്ന ടൈമിങ് 10 മിനിറ്റൊക്കെ ലേറ്റ് ആവാൻ തുടങ്ങി. അന്നേരം എനിക്ക് പിന്നെയും ഭയമായി തുടങ്ങി. ഇപ്പോൾ ഉള്ള ജോലിയും കൂടി ഇനി പോകുമോ, ലേറ്റായി എത്തുമ്പോൾ ഇനി ഉള്ള കയ്യിലിരിക്കുന്നതും കൂടി പോകുമോ, ഇതൊക്കെ ഒരു ടെൻഷനായി. പിന്നെ മോൻ്റെ പഠിത്തം എങ്ങനെയാവും, ഇവൻ എൻട്രൻസ് ക്വാളിഫൈ ചെയ്യുമോ, 12th നല്ല മാർക്ക് കിട്ടുമോ, ഇതെല്ലാം ടെൻഷനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ 2023 February 4th ഞാനും മോനും എൻ്റെ പാരൻസും കൂടി ഇവിടെ പ്രെയറിന് വന്നു, പ്രാർത്ഥിക്കാമെന്നോർത്ത് വന്നു. ഇവൻ്റെ പരീക്ഷയും ഇതെല്ലാം മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കാമെന്ന് ഓർത്ത് വന്നപ്പം എനിക്ക് തോന്നി ഉടമ്പടി ഞാൻ എടുക്കണം എന്ന് തോന്നിയിട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ നിന്നു. അവരെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. കാരണം അല്ലെങ്കിൽ അവരും വൈകുന്നേരം വരെ നിൽക്കണമല്ലോ എന്നോർത്ത് അവർ തിരിച്ചു പോയി. ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി. ഉടമ്പടി എടുത്തിട്ട് പോയപ്പോൾ എനിക്ക് അതുവരെ ഇല്ലാത്തൊരു ഭയങ്കര സന്തോഷമായിരുന്നു മനസ്സിന്, ഒരു ശക്തിയും. ഇനിയിപ്പം ഉടമ്പടി എടുക്കാനായിട്ടപ്പം മുകളിൽ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തപ്പം നമ്മളോട് 6 നിയോഗങ്ങൾ എഴുതാൻ പറയും. എനിക്കൊന്നും എഴുതണ്ട, എനിക്കൊന്നും എഴുതാൻ തോന്നിയില്ല. പക്ഷെ പറയുന്നുണ്ട് നമ്മൾ 6 നിയോഗങ്ങൾ എഴുതണം. അന്നേരം ഞാൻ ആദ്യം 1, 2, 3, 4, 5 വരെ എഴുതിയത് എൻ്റെ പാരൻസിൻ്റെ ഹെൽത്തും, എൻ്റെ അനിയത്തി അവൾ ഓസ്ട്രേലിയയിലാണ്, അവളുടെ ജോലിയും അവളുടെ ബിസിനസ്സും ഇതെല്ലാം നന്നായി വരണം, മോൻ്റെ പരീക്ഷ 12th എല്ലാ പാരൻസും ആഗ്രഹിക്കുന്ന പോലെ തന്നെ എൻ്റെ മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു ടീച്ചറും കൂടെ ആയതുകൊണ്ട് നല്ല മാർക്ക് കിട്ടണം, A+ എല്ലാത്തിനും ഉണ്ടാവണം എന്നൊക്കെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചു. പിന്നെ ഇവൻ്റെ എൻട്രൻസ് ക്വാളിഫൈ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ നിയോഗം വെച്ചു. 6th നിയോഗമായിട്ട് ഞാൻ വെച്ചത് ആക്ച്വലി എനിക്ക് പെർമനൻ്റായിട്ട് ജോലി വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഇനി എങ്ങനെ സാധിക്കും, എൻ്റെ ഏജ് ഇപ്പോൾ ഓവറാവും. അപ്പോൾ ഞാൻ ഒരു സെൻറ്റൻസിൽ അത് എഴുതി. എന്നിട്ട് ഇവിടെ നിയോഗം സമർപ്പിക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് തോന്നി വേണ്ട, അങ്ങനെ എഴുതണ്ട, അത് മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ തരട്ടെ എന്നോർത്തിട്ട് ഞാനത് വെട്ടിക്കളഞ്ഞിട്ട് ഞാൻ അവിടെ എഴുതി, മനസ്സിൽ ആഗ്രഹമുണ്ട്, ഇനി ബാക്കി മാതാവിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ആ ഒരു സെൻറ്റൻസ് വെട്ടിയിട്ട് മാതാവിൻ്റെ ഇഷ്ടം എന്ന് എഴുതി ഞാനത് സമർപ്പിച്ചിട്ട് പോയി. പിന്നെ ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ചിട്ട് പോയി. പോകുന്ന വഴി തന്നെ ബസ്സിലുള്ളവർക്കൊക്കെ കൊടുത്തു. പിന്നെ സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ എല്ലാം കൊടുത്തു. പിന്നെ ഞങ്ങൾ ഫ്ലാറ്റ് എടുത്ത് താമസിക്കുന്ന അവിടെ തൊട്ടടുത്തുള്ളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇവിടെ ഈ നിയോഗം വെക്കുന്നവർ ചെയ്യണമെന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ പരമാവധി എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാൻ നോക്കി. പ്രാർത്ഥിക്കുമായിരുന്നു രാവിലെ. പിന്നെ ബൈബിൾ വായിക്കുമായിരുന്നു. ബൈബിൾ ആദ്യം വായിക്കുമായിരുന്നു,
പക്ഷേ ഇത്രയും ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യില്ലായിരുന്നു. ഉഴപ്പി ഇടയ്ക്കൊക്കെ ബൈബിൾ വായിക്കും, അങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കും, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഫെബ്രുവരി 4 നിയോഗം വെച്ചു. പിന്നെ ഞാൻ ആസ് യൂഷ്വൽ എന്നും രാവിലെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അപ്പോൾ എൻ്റെ ഒരു പേടി, എനിക്ക് മോൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമോ, ഇവന് വേണ്ട ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ, എനിക്ക് കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റുമോ, കോളേജിൽ ബ്ലോക്ക് ആയിരിക്കുമോ പോകുന്ന വഴി, ഇങ്ങനെയൊക്കെയുള്ള ടെൻഷനായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, എനിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനൊന്നും സമയം കിട്ടുന്നില്ല. അപ്പം ഞാൻ ഓർക്കും, മാതാവേ അല്ലെങ്കിൽ ദൈവമേ, ജീസസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഓർക്കും, പോകുന്ന വഴിക്കൊക്കെ ഞാൻ പ്രെയർ കേൾക്കുമായിരുന്നു. ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും, മനസ്സിൽ ഭയങ്കരമായിട്ട്, അപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞു വരാറുണ്ട് ചിലപ്പോൾ ബസ്സിലൊക്കെ ഇരിക്കും. അപ്പം ഞാൻ ഓർക്കും, ഞാൻ ചെയ്യുന്ന വർക്ക് എൻ്റെ പ്രാർത്ഥനയായിട്ട് ദൈവം എടുത്തോണം. ഞാൻ ഇത്രയും സ്ഥലങ്ങളിൽ ഓടി നടന്ന് പഠിപ്പിക്കുന്നുണ്ട്, എനിക്കതിനൊരു മടിയും തോന്നുന്നില്ല. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എൻ്റെ പ്രാർത്ഥനയാണെന്ന് ദൈവം വിചാരിക്കുമെന്ന് എപ്പോഴും പറയും. പിന്നെ എന്നെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പാട്ട്, ഇവിടുത്തെ സ്വസ്തി സ്വർലോക റാണി, അതിൻ്റെ അകത്തൊരു സെൻറ്റൻസ് ഉണ്ട്, ഞങ്ങളും നിന്മക്കളല്ലോ. അപ്പം ആ വരി വരുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വരും. ഞാൻ ചോദിക്കാം, അമ്മ, ഞാനും അമ്മയുടെ മകളല്ലേ, എന്നിട്ട് ഈ ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്നത് അത്യാഗ്രഹമാണെങ്കിൽ എനിക്ക് വേണ്ട, അതല്ല അമ്മയ്ക്ക് അത് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് തരിക എന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ ഫെബ്രുവരി 4 കഴിഞ്ഞ് ഒരു 2 വീക്സ് കഴിഞ്ഞപ്പം, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഫെബ്രുവരി 16 ആയപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കോളേജിലെ പ്രിൻസിപ്പൽ എന്നെ വിളിച്ചു. ദേവി മിസ് എന്താ ഇന്ന് ലീവാണോ? അപ്പം ഇന്ന് അവിടെ എന്തോ ഒരു കാരണം കൊണ്ട് ക്ലാസ് ഇല്ലായിരുന്നു. അന്നേരം ഞാൻ വന്നിട്ടില്ല, ഇന്ന് സ്റ്റാഫിന് ചെല്ലണം, പക്ഷെ ഞാൻ പോയിട്ടില്ലായിരുന്നു. അന്നേരം അടുത്ത ദിവസം വരുമ്പം എന്നെ മീറ്റ് ചെയ്തിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ വിചാരിച്ചു, ലേറ്റായി, കുറച്ച് ദിവസങ്ങളായിട്ട് അടുപ്പിച്ച് ലേറ്റായിട്ടാണ് ചെല്ലുന്നത്, എന്നാൽ എന്നെ പോയിക്കോ ടെർമിനേറ്റ് ചെയ്യാനായിരിക്കുമെന്ന് പേടിച്ച് ഞാൻ നെക്സ്റ്റ് ഡേയിൽ പ്രിൻസിപ്പലിനെ മീറ്റ് ചെയ്യാൻ ചെല്ലുന്നു. അന്നേരം പ്രിൻസിപ്പലിനെ കാണാൻ പറ്റിയില്ല. പിന്നെ ഒരാഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാണാൻ. അന്നേരം ഞാൻ പോയി ഇങ്ങനെ വളരെ ഭയത്തോടെ, എന്തായിരിക്കും എന്നോട് പറയുക, എന്താണെങ്കിലും എനിക്കത് കേൾക്കാനുള്ള ശക്തി ഉണ്ടാവണം എന്ന് വിചാരിച്ച് എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു, അതും കൈ പിടിച്ചിരിക്കുക. വഴക്ക് പറയുന്നതാണെങ്കിലും, ഇനി ഇവിടെ വേറെ ആളെ എടുക്കാൻ പോകുകയെന്ന് പറയുകയാണെങ്കിലും, എന്താണെങ്കിലും എനിക്കത് താങ്ങാനുള്ള ശക്തി ഉണ്ടാവണമെന്ന് വിചാരിച്ചിരിക്കുമ്പം പ്രിൻസിപ്പൽ ഇങ്ങോട്ട് ചോദിക്കുന്നത്, ദേവി മിസ് ഒത്തിരി വർഷമായില്ലേ ഇവിടെ വർക്ക് ചെയ്യുന്നു, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വളരെ യാദൃശ്ചികമായിട്ട് മിസ്സിൻ്റെ ഫീഡ്ബാക്ക് എടുത്ത് നോക്കുമ്പം എല്ലാ വർഷവും വളരെ 100% നല്ല ഫീഡ്ബാക്കാണ്. അപ്പം മാമിന് ഈ കോളേജിൽ ഫുൾ ടൈമായിട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നു. അപ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് കഴിഞ്ഞ ആഴ്ച എൻ്റെ ഫീഡ്ബാക്ക്, എന്നെക്കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് എടുത്ത് നോക്കുക എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുക്കുന്ന ആ ഒരു സമയമാണ്. അന്നേരം എനിക്ക് എങ്ങനെയാണ് അത്, ഞാനപ്പം തന്നെ എനിക്ക് താല്പര്യമുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം സാർ പറഞ്ഞു, ഇത്രയും സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നതല്ലേ, അപ്പം നല്ലപോലെ ആലോചിച്ചിട്ട് മതി, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ആലോചിച്ചിട്ട് മതി എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നു ആലോചിച്ചു. അന്നേരം അമ്മ പറഞ്ഞു, ഇത് എന്തായാലും മാതാവ് കാണിച്ചു തരുന്നത് തന്നെയാണ്, അപ്പം നമ്മൾ യെസ് തന്നെ പറയാം. അപ്പം നമ്മൾ യെസ് തന്നെ പറഞ്ഞു. ഞാൻ ആ കോളേജിൻ്റെ ഭാഗമാകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് എൻ്റെ ആഗ്രഹം അറിയിക്കുകയും ചെയ്തു, എൻ്റെ അഭിപ്രായം പറയുകയും ചെയ്തു. നെക്സ്റ്റ് വീക്കിൽ തന്നെ ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു പോവുക ചെയ്തേ. ഞാൻ ജോയിൻ ചെയ്തു. ഇപ്പോൾ അത് വളരെ കംഫർട്ടബിളായിട്ട് അങ്ങനെ പോകുന്നു. അത് എൻ്റെ ഈ 23 വർഷത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടിയ അതൊരു അത്ഭുതം തന്നെയാണ്, മറ്റൊന്നുമല്ല. അല്ലെങ്കിൽ അതിന് മുന്നത്തെ മാസം വേണമെങ്കിൽ യാദൃശ്ചികമായിട്ട് അവർക്ക് ഫീഡ്ബാക്ക് നോക്കായിരുന്നു, അത് സംഭവിച്ചില്ല. ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ്, അതും 2 വീക്സിനുള്ളിൽ എനിക്ക് സംഭവിച്ച. 2003 മുതൽ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന ഞാൻ ഇപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് പെർമനൻ്റായിട്ട്. അതൊന്ന്. 2, എൻ്റെ മകൻ്റെ പരീക്ഷയാണ്. +2 ബോർഡ് എക്സാമിൻ്റെ സമയത്തെല്ലാം അവന് പനിയായിരുന്നു. പനിയായിട്ട് എൻ്റെ അമ്മ വന്ന് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൊടുത്താണ് പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കൃപാസനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ തൈലവും തേനും ഒക്കെ ഞാനിവന് കൊടുക്കുമായിരുന്നു. അവന് എക്സാമിന് പോകുമ്പോൾ അവൻ്റെ പോക്കറ്റിൽ ഞാൻ കാശുരൂപം കുത്തിയിട്ട് വിടുമായിരുന്നു. +2 ബോർഡ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു. അവന് നല്ല പനിച്ചുകൊണ്ട് എല്ലാ സബ്ജക്റ്റും ഈ പനി വെച്ചിട്ട് പോയി. അവൻ്റെ മൂക്കൊക്കെ ഭയങ്കരമായിട്ട് കൺജസ്റ്റഡായി. മൂക്ക് കൺജസ്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അവന് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും. അവന് മടി വരും, പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ എഴുതാൻ തന്നെ മടിയായിരിക്കും. പക്ഷേ 95% മാർക്ക് കിട്ടി. പിന്നെ അടുത്തത് എൻട്രൻസ് എങ്ങനെയാവും എന്നാണ്. അവൻ എഴുതിയ എല്ലാ എൻട്രൻസും ക്വാളിഫൈ ചെയ്തു.
JEE മെയിൻസ് ക്വാളിഫൈ ചെയ്തു, JEE അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്തു, നീറ്റും ക്വാളിഫൈ ചെയ്തു. പക്ഷേ MBBS പോകാൻ ഒട്ടും താല്പര്യമില്ലാഞ്ഞതുകൊണ്ട് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് BTech എഞ്ചിനീയറിങ്ങിന് കാലിക്കറ്റ് NIT പഠിക്കുന്നു. IIT സ്കോർ കിട്ടിയായിരുന്നു, പക്ഷേ ഒത്തിരി ദൂരെ വിടാനായിട്ട് എൻ്റെ ഫാദറിന് അത്രയും താല്പര്യമില്ലാത്തത് കൊണ്ടും ഇവന് ഇഷ്ടപ്പെട്ട ബ്രാഞ്ച് കാലിക്കറ്റ് NIT കിട്ടിയതുകൊണ്ടും അവനിപ്പോൾ അവിടെ വളരെ ഹാപ്പി ആയിട്ട് പഠിക്കുന്നു. അത് പിന്നെ വേറൊന്ന്, എൻ്റെ ഈ ലെഫ്റ്റ് ഹാൻഡിൻ്റെ തമ്പ് ഒരു 2010 ആ ഒരു സമയത്ത് ഈ ഡോറിൻ്റെ ഇടയിൽ പോയതാണ്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചതഞ്ഞതിന് ശേഷം അവിടെ കുറേ ഓയിൻമെൻറ്റൊക്കെ പുരട്ടി. അത് പിന്നീട് ആ നെയിൽ കേടാവാൻ തുടങ്ങി. നെയിൽ കേടായിട്ട് അതിങ്ങനെ എപ്പോഴും ഇൻഫെക്ഷൻ ആയിക്കൊണ്ടിരുന്നു. ഭയങ്കര പെയിൻഫുള്ളാണ്, നമുക്ക് വേദന എടുക്കും. അത് ഈ ഉടമ്പടി എടുക്കുന്നത് വരെ എനിക്കിതിങ്ങനെ പെയിനായിരുന്നു, നീരും വയ്ക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നീര് കൂടുമ്പോൾ ഞാൻ ചിലപ്പോൾ അത് ഇൻഫെക്ഷൻ കൂടാതിരിക്കാൻ ചിലപ്പോൾ ഒരു ബാൻഡേജോ അല്ലെങ്കിൽ ഓയിൻമെൻറ്റോ ഒക്കെ പുരട്ടി അങ്ങനെ ഉപ്പൊക്കെ വെക്കുമായിരുന്നു. നാരങ്ങ ഇതെല്ലാം അതിങ്ങനെ ഒരു കുഴിനഖം പോലെ ആയി തുടങ്ങി, പിന്നെ വേദനയും. പക്ഷേ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് പോയ അന്നും ഭയങ്കര വേദന. അന്നേരം ഞാൻ പെട്ടെന്ന് എൻ്റെ കയ്യിൽ തൈലമുണ്ടല്ലോ എന്നോർത്ത് ഞാൻ ആ തൈലം എടുത്ത് തേച്ച് കഴിഞ്ഞിട്ട് ശരിക്കും ഞാൻ ഫിസിയോളജിയാണ് എൻ്റെ സബ്ജക്റ്റ്, ഹ്യൂമൻ ഫിസിയോളജിയാണ് എൻ്റെ സബ്ജക്റ്റ്. എന്നിട്ടും എന്നെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ആ തൈലം തേച്ച് ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ ആ നീരും കുറഞ്ഞു, ആ കയ്യിലുണ്ടായിരുന്ന ആ പസ്സും പോയി. എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അതും എനിക്കിപ്പോൾ ഒരു അത്ഭുതമാണ്. ഇപ്പം എൻ്റെ ആ ഫിംഗറിന് വേദനയില്ല, തമ്പിന് വേദനയില്ല, അവിടുത്തെ നീരും എല്ലാം മാറി, നെയിൽ ക്ലിയറായി. അപ്പോൾ അത് പിന്നെ എൻ്റെ ഫാദർ എപ്പോഴും ഭയങ്കര തുമ്മലായിരുന്നു അച്ഛന്. അപ്പം ഞാൻ ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് അച്ഛനെയും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴും ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ വന്നപ്പോഴും അച്ഛൻ തുമ്പുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇതിപ്പോൾ ലാസ്റ്റ് തുമ്മൽ കേട്ടോ, ഇനി മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയാൽ ഇനി തുമ്മിയേക്കരുത്. പിന്നീട് ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്നീസിങ് ഇല്ല. ഇപ്പം ഇടയ്ക്ക് 1-2 ഒക്കെ ഒരു ജസ്റ്റ് ഒരു അലർജിക് സ്നീസിങ് വരും, അത്രയേ ഉള്ളൂ. പിന്നെ ഇതേപോലെ തന്നെ റോസപ്പൂവിൻ്റെ മണം എനിക്കും കിട്ടിയിട്ടുണ്ട്, ഒരു 4-5 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അത് പല സ്ഥലങ്ങളിൽ നിന്ന് സെയിം ആയിട്ടുള്ള. ആദ്യം ഒരു സ്ഥലത്ത് നിന്ന് കേട്ടപ്പോൾ ഞാൻ ഓർത്ത് അവിടെ റോസ് എന്തെങ്കിലും ഫ്ലവേഴ്സിൻ്റെ കൃഷിയോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിരിക്കും വെച്ചാൽ ഞാൻ നോക്കിയില്ല, അങ്ങനെയൊന്നും കണ്ടില്ല. അപ്പം ഞാൻ ഓർത്ത് അടുത്ത് ആരെങ്കിലും പെർഫ്യൂം ഇട്ടിട്ട് പോയതായിരിക്കും, അടിച്ച് പോയതായിരിക്കും, അങ്ങനെ വിചാരിച്ചു. പക്ഷെ സിമിലർ ആയിട്ടുള്ള സെയിം അതേ മണം തന്നെ വേറെ പല സ്ഥലത്ത് ഞാൻ നടക്കുമ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു പ്രാവശ്യം ബസ്സിൽ ഞാൻ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തോട്ടുള്ള ക്ലാസ്സിലേക്ക് പോകുന്ന വഴിക്ക് ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു. ആദ്യം ഒരു സ്റ്റോപ്പ് എത്തി കഴിഞ്ഞപ്പോൾ കുറേ പേരൊക്കെ ഇറങ്ങി അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പം എൻ്റെ സീറ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ അടുത്തിരുന്ന ഒരു സിസ്റ്ററായിരുന്നു, ആ സിസ്റ്റർ ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പം എൻ്റെ സീറ്റിൽ പിന്നെ ആരുമില്ല. അപ്പം ഞാനിങ്ങനെ മാതാവേ എൻ്റെ അടുത്ത് വന്നിരിക്കും, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് പറഞ്ഞു. ശരിക്കും അപ്പോഴും എനിക്ക് ഈ സെയിം സ്മെല്ല് വന്നു. അതങ്ങനെ കുറേ നേരം എൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഒരു ഡെല്യൂഷനായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാനത് ആഗ്രഹിച്ച സമയത്ത് തന്നെ എനിക്ക് അങ്ങനെ ഒരു സ്മെല്ല് ഫീൽ ചെയ്യുകയും ചെയ്തു. ഇങ്ങനെയുള്ള കുറേ അത്ഭുതങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്നു. മാത്രമല്ല എനിക്ക് സ്പിരിച്വലായിട്ട് കുറച്ചുകൂടി ദൈവസ്നേഹവും ഒരു വിശ്വാസവും കൂടി കുറച്ച് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള രീതിയിൽ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഇടയ്ക്ക് ഞാൻ വന്നിട്ട് നിയോഗം ഉടമ്പടി പുതുക്കി ഇപ്പം ആ പുതുക്കിയ സമയം കഴിഞ്ഞു. ഇനി എനിക്ക് വീണ്ടും പുതുക്കണം. അങ്ങനെ പക്ഷേ ആ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് സാക്ഷ്യം പറയാൻ ഇത്തിരി വൈകി ഞാൻ. അപ്പം അതിന് ഞാൻ ക്ഷമ പറയുന്നുണ്ട്, മാതാവിൻ്റെ അടുത്ത് ക്ഷമ പറയുന്നു. പക്ഷേ നമ്മൾ ഇച്ചിരി ഉടമ്പടി എടുത്ത് വയ്ക്കുമ്പം നമ്മൾ ഭയങ്കര ഡിസിപ്ലിൻഡായിട്ട് ചെയ്യും. നമ്മുടെ നിയോഗം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉഴപ്പാനുള്ളൊരു ടെൻഡൻസിയൊക്കെ വരും. ആ ഒരു ചെറിയ ടെൻഡൻസി എനിക്കും ഈ കുറച്ച് നാളുകളിൽ വന്നു. അപ്പോൾ എനിക്ക് പേടിയാവാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ഈ ഒരു വിശ്വാസത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഈ ഒരു സ്പിരിച്വാലിറ്റിയിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഞാൻ ഇതിങ്ങനെ തുടരാനായിട്ട് തന്നെ ആഗ്രഹിക്കുന്നു. പിന്നെ എൻ്റെ മനസ്സിൽ വരുന്ന വേറൊരു പാട്ടെന്ന് പറഞ്ഞാൽ എല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല എന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മളിൽ എന്തെങ്കിലും ഒരു അഹങ്കാരത്തിൻ്റെ ഒരു കണികയുണ്ടെങ്കിൽ അത് അന്നേരം തന്നെ ഇല്ലാതാവും. അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ യൂട്യൂബിലോ എവിടെയെങ്കിലും ആ പാട്ടൊന്ന് കേൾക്കണം. അതുപോലെ ഇവിടെ പാടുന്ന മിക്കവാറും പാട്ടുകൾ നമ്മുടെ ഹൃദയത്തെ ഒരുപാട് സ്പർശിക്കുന്നതാണ്. അപ്പം ഇത്രയും എല്ലാം ഞാൻ മാതാവിൻ്റെ മുൻപിൽ, ഈശോയുടെ മുൻപിൽ, ജീസസിൻ്റെ മുൻപിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതെല്ലാം എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്, ഇതൊന്നും എൻ്റേതല്ല, ഇതെല്ലാം എനിക്ക് കിട്ടിയ ദാനങ്ങളാണ്. തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തനിക്ക് ലഭിച്ചൊരു ജോലിയെക്കുറിച്ചും ആണ് ഡോക്ടർ ആദ്യം സംസാരിച്ചത്.
3 വർഷമായിട്ട് ഒരു സ്ഥിരം ഒരിടത്ത് ലെക്ചറായിട്ട് നിൽക്കണമെന്നുള്ള ആഗ്രഹവും വന്നതും ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത ഏകദേശം ആ സമയത്ത് ഡോക്ടർ തന്നെ ഒരു പഠിപ്പിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലോജിക്കും കാര്യങ്ങളൊക്കെ ഡോക്ടർ തന്നെ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് എടുത്ത് നോക്കുവാനും എനിക്ക് ജോലി ലഭിക്കുവാനും ഇടവന്നു എന്നുള്ളതും, പിന്നെ വ്യക്തിപരമായിട്ട് തനിക്കുണ്ടായ സൗഖ്യത്തിനെക്കുറിച്ചും പറയാനുണ്ട്. അത് ഉടമ്പടി തൈലത്തിലൂടെ ലഭിച്ച സൗഖ്യം. അപ്പോഴും ഡോക്ടർ പറയാനുണ്ട്, ഇവിടെ ഫിസിയോളജിയാണ് പഠിപ്പിക്കുന്ന സബ്ജക്റ്റാണ്. ഈ സൗഖ്യവും ഹീലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഹ്യൂമൻ പഠനങ്ങൾ തന്നെയാണ് പഠിപ്പിക്കുന്നതും. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വിശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം അങ്ങനെ ഒരു ഉടമ്പടി തൈലത്തിൽ നിന്ന് അത്ഭുതം കാണാൻ ഇടവന്ന് ഒന്നും ഡോക്ടർ പറയാൻ. പിന്നെ മക്കളുടെ കാര്യത്തിലുമെല്ലാം ഏറ്റവും അവസാനം ചുരുക്കുമ്പം പറയുന്നത് വ്യക്തിപരമായിട്ടൊരു സ്പിരിച്വൽ യാത്രയിൽ ഒരു ഡിസിപ്ലിനറി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ പ്രാർത്ഥന സഹായിച്ചു എന്നാണ് പറയുന്നത്. അതിൽ ഏറെ ഇഷ്ടപ്പെട്ട പാട്ടും പ്രാർത്ഥനയും എല്ലാം പറയുമ്പം ജീവിതത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പം ജീവിതത്തിൽ നമുക്ക് ആദ്യം ഉണ്ടാകുന്ന ഒരു ഡിസിപ്ലിൻ ആണെന്നുള്ളൊരു കാര്യമുണ്ട്. അത് പ്രാർത്ഥനയിലാണ് ഡിസിപ്ലിൻ നടക്കുന്നതെന്നുള്ളതാണ്. 5:30 രാവിലെ എഴുന്നേറ്റ് തുടങ്ങുന്ന പ്രാർത്ഥനയുടെ ജീവിതം, വൈകുന്നേരം സായങ്കാല പ്രാർത്ഥനയും ആഴ്ചയിലുള്ള പ്രവർത്തനവും പ്രാർത്ഥനയും ആരാധനയും എല്ലാം കൂടി ചേരുമ്പം ജീവിതത്തിൽ ആത്മീയതയ്ക്ക് തന്നെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. അങ്ങനെ ആത്മീയത എന്ന് പറയുന്ന ദൈവത്തിന് നമ്മൾ സ്ഥാനം കൊടുത്ത് ജീവിതത്തോട് ചേർത്ത് വെക്കുമ്പോൾ മറ്റു ജീവിതത്തിലെ സാഹചര്യങ്ങളും ക്രമീകരിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നുള്ളതിന് ഒരുപാട് സാക്ഷ്യങ്ങളിലേക്ക് ഈ സാക്ഷ്യം കൂടി ചേർക്കപ്പെടുകയാണ്. ഏറെ പ്രത്യേകിച്ച് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ലഭിച്ച ജോലിക്കും അല്ലെങ്കിൽ തൊഴിലിനും മുൻപോട്ടുള്ള കാര്യത്തിനെല്ലാം ലഭിച്ച ആത്മീയമായ ഉണർവിനെയും പ്രതി നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.